ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് ഹിൽ BG റോഡ് വടക്കൻചിറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം മാർച്ച് 21 മുതൽ 29 വരെ ആഘോഷിച്ചു. സാംസ്കാരിക പരിപാടികളും താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായി. മാർച്ച് 21 കൊടിയേറ്റത്തോടെ പരിപാടികൾ ആരംഭിച്ചു. കൊടിയേറ്റത്തിന് ശേഷം കടുങ്ങോഞ്ചിറ വാദ്യസംഘത്തിന്റെ വാദ്യമേളം, 22 സ്പാർക്ക് ഷൂട്ടേഴ്സിന്റെ നാട്യകലാസന്ധ്യ, 23 സ്വരസംഗമം സംഗീത കൂട്ടായ്മയുടെ ഭക്തിഗാനസുധ, 24 വെസ്റ്റ് ഹിൽ സത്യസായി സേവാ സമിതിയുടെ ഭജന, 25 ഇരിങ്ങാലക്കുട ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്ത് എന്നിവ നടന്നു. എന്റെ തപസ്സിന്റെ ഇടയിലെ ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടിരിക്കുന്ന ഇവിടെ ഇരുന്നിട്ട് ആവാച്ചിട്ടാവില്ലേ തപസ്. ആ ഭാഗത്ത് വേണ്ടാച്ചിട്ടാ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഈ ഭാഗത്തേക്ക് ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എവിടെ ഇരുന്നാലും ഒരേപോലെ തന്നെ ആ കാട്ടിൽ നിന്ന് ഈ കാട്ടിലേക്ക് മാറി. അർജുനൻ കുറച്ചു കാലമായിട്ട് ഈ കാട്ടിൽ തപസ് കഴിഞ്ഞ് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും. ഇങ്ങനെ ഇപ്പൊ തപസ്സിന്റെ ആ ഒരു ശക്തി ഒന്ന് കൂട്ടണം എന്ന് വിചാരിച്ച് എങ്ങനെ ചെയ്തു? പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടാ. എന്താ 4 പാടും അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുക്ക് 5ാമത്തെ അഗ്നിയോ സൂര്യഭഗവാൻ സൂര്യനെ നോക്കി നിന്നുകൊണ്ടുള്ള ഒറ്റക്കാലില്. 26 ഇല്ലിക്കെട്ട് നമ്പൂതിരിയുടെ പ്രഭാഷണം നടന്നു. ആ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് കിടക്കുമ്പോൾ നേരം വെളുക്കുന്നത് വരെ മനസ്സ് ഈശ്വരനാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. വഴക്കടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും വഴക്കടിച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മനസ്സ് ആ വഴക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മക്കളെ വഴക്ക് പറഞ്ഞാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മനസ്സ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. 27 ടീം ആനന്ദ ഭൈരവിയുടെ ഫ്യൂഷൻ തിരുവാതിര എന്നിവ നടന്നു. 28 തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പൂർത്തീകരിച്ചു. വരക്കൽ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ നിന്നും കലശം വരവ്, വെള്ളാട്ടുകളും ആഘോഷപരവും താലപ്പൊലിയും വിവിധ തിറയാട്ടങ്ങളും ഉത്സവത്തിന്റെ ആചാരവിധിപ്രകാരം നടന്നു. ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് ഏപ്രിൽ 4 ഉത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനും എൻട്രൻസ്